നമസ്കാരം. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മഹാദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ നീണ്ടുപോവുകയാണ്. ഈ ചർച്ചകൾ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം എന്ന് മാത്രം അറിയില്ല. എവിടെയെങ്കിലും ഒരു ദുരന്തം നടന്നാൽ എല്ലാം താളപ്പിഴകളാണ് എന്ന തരത്തിൽ ചർച്ച ചെയ്യുന്നതല്ലാതെ അടിസ്ഥാനപരമായി ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഇതിനു മുൻപ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയവും കുസാറ്റിൻ്റെ കാമ്പസുമൊക്കെ ഇത്തരം ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും നമ്മൾ എടുത്തിട്ടലക്കി വലിച്ചു കീറുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് അത് മറന്നുപോയി എന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്ന പരിഹാരമുണ്ടായോ? ഇവിടെ ഉമാ തോമസിന് അപകടമുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ചർച്ചയാവുമായിരുന്നോ? ഉമാ തോമസ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇത് ഗൗരവമുള്ള ചർച്ചയായി മുമ്പോട്ട് പോകുന്നത്. അതിനിടയിൽ കഥകളും ഉപകഥകളുമായി വിവാദം പെരുക്കുകയാണ്. ഏറ്റവും ഗൗരവമായ ചോദ്യം നേരിടുന്നത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും എറണാകുളത്തെ MP ഹൈബി ഈഡനുമാണ്. സജി ചെറിയാൻ എണീറ്റ് നിൽക്കുന്നത് കൃത്യമായി അപകടം നടക്കുന്ന ദൃശ്യങ്ങളിലുണ്ട്. അതായത് ഏതാണ്ട് 15-20 അടി ഉയരത്തിൽ നിന്നും ഉമാ തോമസ് താഴേക്ക് പോകുന്നത് എണീറ്റ് നോക്കി നിൽക്കുകയാണ് സജി ചെറിയാൻ. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിച്ചെല്ലാനോ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനോ സജി ചെറിയാൻ ശ്രമിച്ചില്ല എന്നത് ഞെട്ടിക്കുന്ന ദുരന്ത സത്യമാണ്. അവിടെ തുടർന്നു, ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം സങ്കടവും വേദനയും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഹൈബി ഈഡൻ ആ ദൃശ്യങ്ങളിലൊന്നുമില്ല. ഒരുപക്ഷെ ഹൈബി അതിനുശേഷമായിരിക്കാം എത്തിയത്. പക്ഷെ ഹൈബിയും ആ ആഘോഷത്തിന്റെ ഭാഗമായി എന്നത് സങ്കടകരമാണ്. മാത്രമല്ല, പിന്നെ നമ്മൾ കാണുന്നത് ഹൈബി ഈഡൻ തന്റെ ഫേസ്ബുക്കിലൂടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആനന്ദത്തോടുകൂടി പുതുവത്സരം ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിന് കീഴിൽ വരുന്ന കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ചോദ്യം ബാക്കിയാകുന്നു. തന്റെ സഹപ്രവർത്തക ആശുപത്രിയിലായിട്ടും ഒരു പോസ്റ്റ് പോലും ഇടാൻ ഹൈബിക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ട് ഹൈബി വിവരമറിഞ്ഞപ്പോൾ തന്നെ ഓടിപ്പോവാതെ ആ ഉദ്ഘാടന ചടങ്ങ് തീരുന്നത് വരെ അവിടെ ഇരുന്നു? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. ആ ദുരന്തത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഉമാ തോമസ് ഉരുണ്ടു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സങ്കടത്തോടെ, ഞെട്ടലോടെ, ഭയത്തോടെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി അവിടെ കയറിയിരിക്കാൻ പോലീസ് ഏമാന്മാർ അടക്കമുള്ളവർക്ക് നാണമില്ലായിരുന്നോ എന്നതാണ്. രണ്ട്, ഈ ദുരന്തത്തിൽ ഇവർക്കൊക്കെ ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാണോ പേരിന് വേണ്ടി മാത്രം ഇപ്പോൾ കേസെടുത്ത് നാടകം കളിക്കുന്നത്, ദിവ്യ ഉണ്ണിയെ രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നതാണ്. മൂന്ന്, ഇതുപോലത്തെ നിരുത്തരവാദിത്വപരമായ ഇടപാടുകൾ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടും എന്തുകൊണ്ടത് അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുന്നില്ല എന്നതാണ്. ദുരന്തം നടന്ന സ്റ്റേജിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബാരിക്കേഡിനെ കുറിച്ചും സ്റ്റേജ് ഇരിക്കുന്നിടത്തെ ഇടമില്ലായ്മയെക്കുറിച്ചുമാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ആ മുൻനിരയിലെ സീറ്റ് അവിടെ ഇടാൻ പാടില്ലായിരുന്നു. ആ സീറ്റിന് മുൻപിലൂടെ നടന്നു പോകാൻ ഇടയില്ല. അവിടെയാണ് ഒരു താൽക്കാലിക ബാരിക്കേഡ് റിബൺ കെട്ടി നിർത്തിയിരുന്നത്. ഉമാ തോമസ് ആദ്യം ഒരിടത്ത് മര്യാദയ്ക്ക് വന്നിരുന്നു. അവിടുന്ന് ആരോ എണീപ്പിച്ച് അവരെ മുമ്പിൽ മറ്റൊരു സീറ്റിലേക്ക് ഇരുത്തുന്നു. അപ്പോൾ അതിലെ കടന്നുപോയ സ്ത്രീക്ക് കടന്നു പോകാൻ ഇട കൊടുക്കാൻ വേണ്ടി ഒതുങ്ങിയപ്പോഴാണ് മറിഞ്ഞു വീണത്. മറിഞ്ഞപ്പോൾ അവർ പിടിച്ച ബാരിക്കേഡ് മറിഞ്ഞുപോയി മുഴുവനായി. അതായത് അത് വെറുതെ എടുത്ത് വെച്ചിരുന്നതാണ്, ഒരിടത്തും പിടിപ്പിച്ചിരുന്നില്ല. നമ്മളത് കണ്ടതാണ്. അത് ഗൗരവമേറിയ വീഴ്ച തന്നെയാണ്. നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സുരക്ഷാ വീഴ്ച തന്നെയാണ്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ ദുരന്തം അവിടെ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. നിങ്ങൾക്കറിയാമോ, ആ VIP സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിരുന്നത് ഗാലറിയിലെ ബാരിക്കേഡിന്റെ പുറത്തായിരുന്നു എന്ന്. അതായത് അതിന് താഴെ ഗാലറിയാണ്. ആ ഗാലറിയിൽ ബാരിക്കേഡുകൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിൽ പലക കെട്ടിയുണ്ടാക്കിയതായിരുന്നു ഈ സ്റ്റേജ്. എന്ന് വെച്ചാൽ ആ സ്റ്റേജ് ഏതു നിമിഷവും തകർന്നു വീഴാനും ആ സ്റ്റേജിലുണ്ടായിരുന്ന മന്ത്രിയും MLAയും MP-യും പോലീസ് കമ്മീഷനും അടക്കമുള്ളവർ തട്ടിപ്പോവാനുമുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അവിടെ വരുന്ന ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ ബാരിക്കേഡുകളുടെ മേൽ കയറ് കെട്ടി താൽക്കാലികമായി ഉണ്ടാക്കിയിരുന്ന ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആ സ്റ്റേജ്. ആ സ്റ്റേജ് തന്നെ പ്രാഥമികമായ സുരക്ഷാ പരിശോധനയില്ലാതെ ഒരാൾക്കും, VIP-കൾക്കല്ല, ഒരു സാധാരണ മനുഷ്യനും കയറിയിരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് ഈ VIP-കളുടെ സ്റ്റേജിന്റെ ഒരു 1.5-2 അടി താഴെ ഇതിനേക്കാൾ വീതി കുറഞ്ഞ ഇടത്ത് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിരുന്ന ഇടത്തായിരുന്നു ചാനൽ ക്യാമറകളുമായി മാധ്യമ പ്രവർത്തകർ നിന്നത്. അതായത് ഈ സ്റ്റേജ് തകരണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ തന്നെ
സൂക്ഷ്മതയില്ലാതെ ആരെങ്കിലും കാലെടുത്ത് വെച്ചാൽ കൂട്ടത്തോടെ അവരും വീണ് ചത്തുപോകുമായിരുന്നു. അതായത് പത്രക്കാരെയും മന്ത്രിമാരെയും MP-യെയും MLA-യും പോലീസ് കമ്മീഷണറെയും ഒക്കെ കൊല്ലാൻ വേണ്ടി ഒരുക്കിയ ഒരു കെണിയായിരുന്നു ആ സ്റ്റേജ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സ്റ്റേജ് അവിടെ ഒരുങ്ങിയതും ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നതും? അവിടെയും തീരുന്നില്ല വീഴ്ചകൾ. സ്റ്റേഡിയത്തിന്റെ ഒരു ഗേറ്റ് ഒഴികെ ബാക്കി എല്ലാ ഗേറ്റുകളും അടച്ചിട്ടിരുന്നു. അതായത് 12,000 നർത്തകരും കാണികളും കടന്നതും ഇറങ്ങിപ്പോവേണ്ടതും ഒറ്റ ഗേറ്റിലൂടെയാണ്. എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായെങ്കിൽ, അതായത് ഈ സ്റ്റേജ് ഇടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ തീ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഓടി കൂട്ടമരണം സംഭവിക്കുമായിരുന്നു. അടിസ്ഥാനപരമായ ഒരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെയാണ് അതെല്ലാം ചെയ്തത്. ഇവിടെ പങ്കെടുത്ത പലരും പല ബന്ധങ്ങളുടെ പുറത്തെത്തിയവരാണ്. വാസ്തവത്തിൽ സംഘാടകർ വിളിക്കാതെ എത്തിയവർ പോലുമുണ്ട്. ആദ്യം കാണുന്ന ദൃശ്യങ്ങളിൽ ADGP ശ്രീജിത്തിനെ നമുക്ക് കാണാം. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ശ്രീജിത്തിന് ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ശബരിമല ഡ്യൂട്ടിയിലാണ് ശ്രീജിത്ത്. അതിനിടയിൽ കൊച്ചിയിൽ വന്നപ്പോൾ പരിചയമുള്ള ചില കുട്ടികളുടെ അരങ്ങേറ്റമുണ്ട്, അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള നൃത്തമുണ്ട് എന്നറിഞ്ഞ് വന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വന്നു, ഏറെ വൈകാതെ ദുരന്തമുണ്ടായി. അപ്പോൾ തന്നെ അദ്ദേഹം ഇതിന്റെ പിന്നാലെ പോവുകയും ചെയ്തു. ഇത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ. അവരെന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. എന്നാൽ അതിനൊരു സാങ്കേതിക വശമുണ്ട്. സ്വകാര്യ ചടങ്ങുകൾ നടക്കുമ്പോൾ പോലീസിന് ഇടപെടാൻ പരിമിതികളുണ്ട്. പോലീസ് അല്ല ഇത്തരത്തിലുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. VVIP-കളുടെ സുരക്ഷ മാത്രം Z കാറ്റഗറിയോ Z+ കാറ്റഗറിയോ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഇടപെടാൻ കഴിയൂ. ഇതിന്റെ ഉത്തരവാദിത്വം GCDAയ്ക്കാണ്. ഇതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. ഇപ്പൊ GCDA പറയുന്നു അവരുടെ അനുമതിയില്ലെന്ന്. പക്ഷെ GCDAയുടെ ചെയർമാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ പറയും തനിക്ക് അറിയില്ലെന്ന്. പക്ഷെ പോലീസ് കമ്മീഷണറും VIP ഗാലറിയിൽ ഉണ്ടായിരുന്നു. വളരെ വിചിത്രമായ ഒരു ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ സംഘാടകരെയും സ്റ്റേജ് കിട്ടിയവരെയും മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പോലീസ് കേസെടുക്കുകയും അവരെക്കുറിച്ച് വാർത്തകൾ വരികയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഒരു ഒത്തുകളിയാണെന്ന് തോന്നും. ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുകയും അപ്പോൾ തന്നെ വിട്ടയക്കുകയും ചെയ്യുന്നു. അതായത് പൊതുജന വികാരം ഇപ്പോൾ കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള അറസ്റ്റ് നാടകമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വകാര്യ പരിപാടികൾ നടക്കുമ്പോൾ ഇവിടെ ഒരു സേഫ്റ്റി പ്രോട്ടോകോൾ പ്രഖ്യാപിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. പലയിടങ്ങളിലും പല ദുരന്തങ്ങളും ഉണ്ടായി കഴിയുമ്പോൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ദുരന്തം തടയാനുള്ള ഒരു പ്രോട്ടോകോളുമില്ല. ഈ സ്റ്റേജ് നിർമ്മിച്ചത്, VIP ഗാലറി ഇട്ടത് അടക്കമുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടവർ ചെയ്യാതിരുന്നു. അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു സുരക്ഷാ പ്രോട്ടോകോൾ പ്രഖ്യാപിക്കുകയും അതിന് ഉത്തരവാദിത്വം പോലീസ് അടക്കമുള്ള അധികാരികൾക്ക് കൊടുക്കുകയുമാണ്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദുരന്തം ഉണ്ടായില്ലെങ്കിൽ ആരെങ്കിലും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുമോ? ഇപ്പോൾ വെടിക്കെട്ട് നിയന്ത്രണം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കരോളുമായി ബന്ധപ്പെട്ട്, ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പിന്നിലേക്ക് ചെന്നാൽ പലപ്പോഴും സുരക്ഷാ കാരണങ്ങൾ കാണാം. ഈ പ്രോട്ടോകോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ പലപ്പോഴും പ്രതിക്കൂട്ടിലാവുകയും അവർ മതവിരുദ്ധരും ജനവിരുദ്ധരുമാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പൂരം, കലക്കി തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അതേസമയം ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഇതുണ്ടാവുന്നതിന്റെ കാരണം ഒരു വലിയ ആൾക്കൂട്ടം എവിടെ ഉണ്ടായാലും ആൾക്കൂട്ടത്തെ കൺട്രോൾ ചെയ്യാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു പ്രോട്ടോകോൾ ഇല്ലാത്തത് കൊണ്ടാണ്. പോലീസിന് ചില ഉത്തരവാദിത്തം, നഗരസഭയടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ചില ഉത്തരവാദിത്തം, അതുപോലെ സംഘാടകർക്ക് ചില ഉത്തരവാദിത്തം. അതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടാവുകയും ആ പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് ജയിലിലടയ്ക്കാനുള്ള വഴിയുണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ഒരു ഉമാ തോമസ് വീണത് കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ ചർച്ചയാവുന്നു. ഇതുപോലെ ഉമാ തോമസുമാർ വീഴാത്ത ഒരുപാട് ദുരന്തങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആരും അറിയാത്തത് കൊണ്ട്, ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് ചർച്ചയായില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കേണ്ട പ്രശ്നം സുരക്ഷാ പ്രോട്ടോകോൾ പ്രഖ്യാപിക്കുകയും ആ സുരക്ഷാ പ്രോട്ടോകോളിന് അടിസ്ഥാനമായി മാത്രം ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. ഈ ഉമാ തോമസ് ഉരുണ്ടു വീഴുന്ന ആ ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇത്രയധികം ഉയരമുള്ള ഒരിടത്ത് ഒരു റിബൺ ബാരിക്കേഡ് മാത്രം വെച്ച് ഒട്ടും ഇടയില്ലാത്ത തരത്തിൽ കസേരയിടാനുള്ള ധൈര്യം അത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉള്ളപ്പോൾ ആ സംഘാടകർക്ക് തോന്നിയെങ്കിൽ ഇതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ഇത് അവസാനത്തെ ദുരന്തമായിരിക്കണം. ഇത് ആവർത്തിക്കാതിരിക്കാൻ ഔദ്യോഗികമായ സുരക്ഷാ പ്രോട്ടോകോൾ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് സർക്കാർ അടിയന്തരമായ തീരുമാനമെടുക്കണം.